സൈക്കിളിൽ പോകുന്ന യുവാവ് പെൺകുട്ടിയെ ഇടിച്ചു വീഴ്ത്തേണ്ടതായിരുന്നു. അവരുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയ മുതൽ തന്നെ അവൾ അവനുമായി പ്രണയത്തിലാവുന്നു. അവൾക്ക് വേദനിച്ചോ എന്ന് യുവാവ് സൗമ്യമായി ചോദിച്ചു. അവൾ സംസാരിക്കാൻ വളരെ പരിഭ്രാന്തിയായി തലയാട്ടി. യുവാവ് വീണ്ടും പെൺകുട്ടിയോട് ക്ഷമാപണം നടത്തിയിട്ട് അവിടെ നിന്ന് സൈക്കിൾ ഓടിച്ചു പോകുന്നു. അവൻ്റെ പഴയ സൈക്കിൾ കണ്ടപ്പോൾ അവനും തന്നെ പോലെ ദരിദ്രനാണെന്ന് പെൺകുട്ടി കരുതുന്നു. അവൻ ഒരിക്കലും പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് കാണാത്തതിനാൽ പെൺകുട്ടി മനഃപൂർവ്വം അവന് വേണ്ടിയിട്ട് സ്കൂളിലെ വഴിയിൽ കാത്തിരിക്കുന്നു. പെൺകുട്ടി വാങ്ങിയ പിസ്സ അവന് കൊടുത്തു. പിസ്സ വാങ്ങിയ കാരണം എന്താണെന്ന് കേട്ടപ്പോൾ അവൻ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് പെൺകുട്ടിയോട് പറയുന്നു. പക്ഷേ തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ പറയുന്നതെന്ന് പെൺകുട്ടി വിചാരിക്കുന്നു. എന്നും ഇങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് പിസ്സ കഴിക്കുന്നത് ഒരു ഭാരമായി കാണേണ്ട, അതിന് പകരമായി അവളെ എന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്ന് അവനോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം അവൻ്റെ സൈക്കിളിന്റെ പുറകിലേക്ക് പെൺകുട്ടി കയറാൻ ഒരുങ്ങുന്നു. പക്ഷേ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അതിന് പുറകിൽ സീറ്റ് ഇല്ലായിരുന്നു. സീറ്റ് ഇല്ല എന്ന് കണ്ട പെൺകുട്ടി പെട്ടെന്ന് തന്നെ നിരാശയിലാവുന്നു. ആ യുവാവ് തൻ്റെ സൈക്കിൾ ആക്സിലേക്ക് നോക്കി പെൺകുട്ടിയോട് അവിടെ ഇരിക്കാൻ അയാൾ ആംഗ്യം കാട്ടുന്നു. പക്ഷേ പെൺകുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. അയാൾ വീണ്ടും ആംഗ്യം കാണിച്ചപ്പോഴാണ് അവൾക്കത് മനസ്സിലായത്. പെൺകുട്ടി ചെറിയ നാണത്തോടെ സൈക്കിളിലേക്ക് കയറിയിരിക്കുന്നു. യുവാവിൻ്റെ ഹൃദയം പടപടാ ഇടിക്കുന്നത് അയാൾ അറിഞ്ഞു. അന്നു മുതൽ അവർ എല്ലാ ദിവസവും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി യുവാവിൻ്റെ അച്ഛൻ കോടീശ്വരനാണെന്ന് പെൺകുട്ടി അറിയുന്നു. അവൻ അനുയോജ്യയല്ല എന്ന് തോന്നിയതുകൊണ്ട് അവൾ മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി അയാൾ പെൺകുട്ടിയെ കാണുന്നു. അയാൾ തൻ്റെ കാർ ഉപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ യുവതിയെ പിന്തുടരുന്നു. അയാൾ ബസ്സിനുള്ളിൽ കയറിയത് പെൺകുട്ടി അറിഞ്ഞില്ല. ക്ഷീണം കൊണ്ട് യുവതി കണ്ണടയ്ക്കുന്നു. ഉറക്കത്തിൽ അവളുടെ തല സൈഡിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ കൈകൊണ്ട് തടയുന്നു. എന്നിട്ട് അയാൾ അവളുടെ അടുത്തുള്ള സീറ്റിൽ വന്നിരിക്കുന്നു. ഉറങ്ങുന്ന പെൺകുട്ടി അയാളുടെ കാലിൽ കൈവച്ചു. പെൺകുട്ടി സമാധാനമായി ഉറങ്ങുന്നത് കണ്ട് അയാൾ രഹസ്യമായി സന്തോഷിച്ചു. പെൺകുട്ടി ഉണർന്നപ്പോൾ ആ മനുഷ്യൻ ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞിരുന്നു. അവളുടെ കയ്യിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോഫി കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അടുത്ത ദിവസം കോഫി ഷോപ്പിൽ പാർട്ട് ടൈമായി ജോലി അവൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നു എന്ന് ബോസ് അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. ഇത് അവളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. പിറ്റേ ദിവസം ഒരു കസ്റ്റമറിൽ നിന്ന് ഓർഡർ എടുക്കാൻ വന്ന അവൾ അന്തം വിടുന്നു. യുവാവിൽ നിന്ന് സംയമനം പാലിച്ച് അവൾ എല്ലാ ഓർഡറുകളും കരസ്ഥമാക്കിയിട്ട് അടുത്ത ജീവനക്കാരിയോട് ആ മേശയിലെ ഓർഡറുകൾ വേഗം തന്നെ കൊടുക്കാൻ ഏൽപ്പിക്കുന്നു. പക്ഷേ ജോലി കഴിഞ്ഞെത്തുന്ന പെൺകുട്ടിയെ കാത്ത് അയാൾ പുറത്തു നിൽപ്പുണ്ടായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ പോകാൻ തിരിഞ്ഞു നോക്കി. പക്ഷേ ആ മനുഷ്യൻ അവളെ പിന്തിരിപ്പിച്ചു. എന്തിനാണ് തന്നെ ഒഴിവാക്കുന്നതെന്ന് പെൺകുട്ടിയോട് ചോദിക്കുന്നു. പക്ഷേ തനിക്ക് എന്തോ അത്യാവശ്യമായി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പെൺകുട്ടി അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. പക്ഷേ യുവാവ് അത് വിശ്വസിച്ചില്ല. അയാൾ പെൺകുട്ടിയെ തന്നോടൊപ്പം അത്താഴം കഴിക്കാൻ വിളിക്കുന്നു. അവൾ ആശയക്കുഴപ്പത്തിൽ ചോദിച്ചു, നിങ്ങൾ ധാരാളം ആഹാരം ഓർഡർ ചെയ്തില്ലായിരുന്നോ എന്ന്. പെൺകുട്ടിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അയാൾ 2 ഗ്ലാസ് വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ എന്ന് പറയുന്നു. പെൺകുട്ടി പ്രതികരിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ അവളെ വലിച്ച് കാറിനടുത്തേക്ക് അടുപ്പിക്കുന്നു. അയാൾ അവളോട് ചോദിക്കുന്നു, കാറിന്റെ പാസഞ്ചർ സീറ്റാണോ സൈക്കിളിന്റെ ആക്സിലാണോ ഇഷ്ടമെന്നുള്ളത്. അവൾ പെട്ടെന്ന് നാണിച്ചു.